ഷുക്കൂർ, ഇതിൽ പ്രോസിക്യൂഷൻ എന്തായാലും അപ്പീലിന് പോകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. തീർച്ചയായും ദിലീപിനെ വെറുതെ വിട്ടത് ആയിരിക്കും അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്ലേ എന്നത്, അത് റദ്ദാക്കണമെന്നുള്ളതായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് വിധിക്കാൻ പോകുന്ന ശിക്ഷ കൂടിയതായാലും കുറഞ്ഞതായാലും അതിനെക്കുറിച്ചുള്ള പ്ലേയും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പിന്നെ എല്ലാവർക്കും ജീവപര്യന്തം വേണം എന്ന നിലയിലേക്ക് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അതും വരാൻ സാധ്യതയുണ്ട്. അതേസമയം തന്നെ പ്രതിഭാഗവും അപ്പീലിന് പോകുമെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൂടി വരുന്ന സമയത്ത് ഈ കേസ് ഒന്നടങ്കം, അല്ലെങ്കിൽ കേവലം ദിലീപിനെ വെറുതെ വിട്ടത് മാത്രമല്ല, ഒന്നടങ്കം തന്നെ വീണ്ടും വിചാരണയ്ക്ക് വരുന്ന ഒരു സാഹചര്യം ആവില്ലേ ഉണ്ടാവുക? തീർച്ചയായും ഈ കേസിന്റെ ഒരു ഘട്ടം മാത്രമേ ഇവിടെ കഴിയുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അതിവിചിത്രമായ ഒരു കേസ് കൂടിയാണ്. അപൂർവങ്ങളിൽ അപൂർവം എന്നെല്ലാം സാധാരണ വധശിക്ഷയ്ക്കെല്ലാം കാരണമായി പറയാം. അപൂർവങ്ങളിൽ അപൂർവമായ കേസ്, അതുകൊണ്ട് ഈ കേസിൽ വധശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് പോലെ ആ മാനദണ്ഡത്തിലല്ല ഞാൻ പറയുന്നത്. ഇത് അതിവിചിത്രവും അത്യപൂർവവുമായ ഒരു കേസാണ്. ആ കേസിന്റെ കുറ്റകൃത്യത്തിന്റെ ഒരു ഡെൻസിറ്റി, ആഴമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതായത് ഈ കേസിൽ ബലാത്സംഗം നടന്നിട്ടുണ്ട്. അതിക്രൂരമായ ബലാത്സംഗമാണോ എന്നൊരു ചർച്ച ഇന്ന് രാവിലെ നടക്കുകയുണ്ടായി കോടതിയിൽ. അതിക്രൂരമായ ഒരു ബലാത്സംഗം എന്നത് ഈ കേസിൽ പ്രയോഗിക്കാൻ കഴിയുമോ? കാരണം ഇതിനകത്ത് ആ ബലാത്സംഗം എന്ന കൃത്യം ചെയ്തത് പൾസർ സുനി മാത്രമാണ്. ബാക്കിയുള്ള 5 പ്രതികളും അതിന് സഹായം ചെയ്തവരാണ്, കണ്ടു നിന്നവരാണ്, അതിനെ കണ്ടിട്ടും അതിനെ തടയാത്തവരാണ്, അല്ലെങ്കിൽ അതിനോട് അനുഭാവം പുലർത്തി ഒപ്പം നിന്നവരാണ്. ആ അർത്ഥത്തിൽ മാത്രമേ നിലവിൽ കോടതി കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്കുള്ള അതേ ശിക്ഷ മറ്റു പ്രതികൾക്കുണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ജഡ്ജി 4 മണിയോടുകൂടി എത്തും എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഷുക്കൂർ, ഈ ഒരാൾ കുറ്റകൃത്യം ചെയ്യുന്നു, ഒരു കൂട്ടബലാത്സംഗമാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം. ഒരാൾ ആണ് അത് ആക്ച്വലി ആ കുറ്റകൃത്യം ചെയ്യുന്നത് എങ്കിലും കൂടെയുള്ള ആളുകളുടെ സഹായം ഇല്ലാതെ അത് നിർവഹിക്കാൻ കഴിയില്ല എന്ന വളരെ ശക്തമായൊരു നിയമ പോയിന്റ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട്. ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല എന്നുള്ളതാണ്. അതാണ് ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അതാണ്. ഇപ്പോൾ നടിയെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരാളില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ പൾസർ സുനിയും മറ്റുള്ളവർ പിന്നെ അവരെവിടെയുണ്ടെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയില്ലെങ്കിൽ അവർക്ക് പൾസർ സുനിക്ക് ഈ കൃത്യം നിർവഹിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരസ്പര ബന്ധിതമായ നെറ്റ്വർക്കിംഗ് ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രധാനമല്ലേ? കണ്ടു നിൽക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളല്ലല്ലോ യഥാർത്ഥത്തിൽ ഈ പ്രതികൾക്ക് മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ ആരോപിക്കപ്പെട്ട കുറ്റം, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് അത് മാത്രമല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. പൾസർ സുനിയും മറ്റു പ്രതികളായ മണികണ്ഠനും വിജീഷും അടക്കമുള്ള ആളുകൾ ചെയ്ത കുറ്റം ആനുപാതികമായി ഒന്നാണോ എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച വരുന്നത്. അതായത് ധാർമ്മികമായി അവരെല്ലാം ഒരേപോലെ കുറ്റക്കാരായിരിക്കുമ്പോഴും നിയമത്തിൻ്റെ കണ്ണിൽ അവർ എങ്ങനെയാണ് അവരെ പരിഗണിക്കേണ്ടത്? അതായത് പൾസർ സുനി ചെയ്ത, തൻ്റെ കൈകൊണ്ടും തൻ്റെ ശരീരത്തെ ഭാഗങ്ങൾ കൊണ്ട് ചെയ്ത ആ കുറ്റകൃത്യം അതേ അനുപാതത്തിൽ തന്നെ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അടിസ്ഥാനപരമായൊരു ചോദ്യം ജഡ്ജിക്ക് ഈ കേസിനോട് ചോദിക്കേണ്ടി വരും. അതിന് ആ ജഡ്ജി കണ്ടെത്തുന്ന ഉത്തരമായിരിക്കും അതിനകത്തെ വിധി. അതൊരു പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ്. പക്ഷേ നമ്മുടെ സുപ്രീം കോടതി, ഇപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രോസിക്യൂട്ടർ ശ്രീ രാജകുമാർ സുപ്രീം കോടതി വിധികൾ ഉൾപ്പെടെ ഉദ്ധരിച്ചാണ് അതിന് മറുപടി നൽകിയത് എന്നാണ്. കാരണം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നിർഭയ കേസിന് ശേഷം എന്താണ് കേവലം ഒരു നോട്ടം പോലും പീഡനമായി കണക്കാക്കുന്ന, 7 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന നോട്ടം പോലും പീഡനമായി കണക്കാക്കുന്ന ഒരു തരത്തിലേക്ക് ഈ നിയമങ്ങളെയെല്ലാം വളരെ ശക്തമാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ രാജ്യം. ആ നിലയ്ക്ക് ഒത്തുചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ സഹായം ചെയ്തു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ പീഡനത്തിന് തുല്യമായ കുറ്റകൃത്യങ്ങളായി കാണുന്നതിന് തടസ്സമുണ്ടാവേണ്ടതില്ല. ഒരർത്ഥത്തിൽ അത് ആക്ച്വലി ചെയ്യുന്ന ഒരാൾ എന്ന നിലയിലും മറ്റുള്ളവരെ അതിൽ നിന്ന് വേറിട്ട് നിർത്താനുമുള്ള എന്തെങ്കിലും നിയമപരമായ ഒരു ന്യായീകരണം ജഡ്ജി കണ്ടെത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് പരിശോധിക്കേണ്ട. അതർവൈസ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്, സുപ്രീം കോടതി വിധികളുണ്ട്, ബലാത്സംഗത്തെ നിർവചിക്കുന്ന വിധികളുണ്ട്. ബലാത്സംഗം എങ്ങനെയാണ് ഒരു കൂട്ട ബലാത്സംഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് കടന്നു വരാവുന്ന മറ്റുള്ളവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള നിർവചനങ്ങളുണ്ട്. അപ്പോൾ അത് കേവലമായി നമ്മൾ മറ്റു കുറ്റകൃത്യങ്ങളിൽ കാണുന്നത് പോലെ ആവരുത് എന്നൊരു സമീപനം സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ഷുക്കൂർ,
പ്രമോദ്, ഈ കേസിനകത്ത് എല്ലാ കേസുകളും സവിശേഷമായ കേസുകളാണ്. ഓരോ കേസിന്റെയും പശ്ചാത്തലം, ഓരോ കേസിന്റെയും ആഴം, കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, അതിന്റെ പങ്കാളികളുടെ പങ്കാളിത്തം, അല്ലെങ്കിൽ അവരുടെ അതിനകത്തുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഇതെല്ലാം സവിശേഷമായ കേസുകളായിരിക്കും ഓരോന്നും. അതുകൊണ്ട് തന്നെ ഓരോ കേസിലും ഓരോ പ്രതിയുടെയും പങ്കാളിത്തം സവിശേഷമായ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും സാധാരണ ഒരു ജഡ്ജി വിധി പറയുക. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ഒരു പോളിസി, അല്ലെങ്കിൽ ഇതിന് മാനദണ്ഡം, ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ ഒരു വിധി പുറപ്പെടുവിച്ചത് കൊണ്ട് മാത്രം ഒരു വിചാരണ കോടതിയിൽ വരുന്ന അടുത്തതായി വരുന്ന ഒരു കേസിലെ ഞാനൊന്ന് ഷുക്കൂർ തീർച്ചയായിട്ടും സവിശേഷമായ കാര്യങ്ങൾ തന്നെയാണ് ഓരോ കേസിനെയും നിർണായകമാക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി അത്തരം കാര്യങ്ങളിൽ പുറപ്പെടുവിക്കുന്ന വിധികളിലെ നിരീക്ഷണങ്ങൾ ലോ ഓഫ് ദ ലാൻഡായി മാറുന്നുണ്ട്. ഇപ്പോൾ ബലാത്സംഗത്തെക്കുറിച്ചുള്ള നിർവചനം വന്നു കഴിഞ്ഞാൽ അത് ലോ ഓഫ് ദ ലാൻഡാണ്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ സവിശേഷമായ സുപ്രീം കോടതി കൈകാര്യം ചെയ്ത കേസിന്റെ സവിശേഷ സാഹചര്യങ്ങൾ വേറെ, അതിൽ പൊതുവായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായ നിരീക്ഷണങ്ങൾ വേറെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇതിനും കൂടി ബാധകമാകുമെന്ന് ഉറപ്പല്ലേ?